ഹായ് സ്റ്റുഡൻസ്, നിങ്ങൾ മോഡൽ എക്സാം ഒക്കെ എഴുതി തുടങ്ങുന്നു. ഒരു 3 മാസം, അതായത് കൃത്യം 100 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ മെയ് 4-ാം തീയതി നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള, നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു യാത്ര അത് പര്യവസാനിക്കുന്ന ദിവസമാണ്. പക്ഷേ അതിലേക്കുള്ള ഏറ്റവും അവസാനത്തെ ചുവടുവയ്പ്പുകളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഓരോ സബ്ജക്റ്റ് വൈസ് ആണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാനും ബോട്ടണി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്റ്റെനി സാറും അതുപോലെ തന്നെ അർഷാദ് സാറും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ബോട്ടണി എങ്ങനെ പഠിക്കാം. അതായത് എല്ലാ സബ്ജക്റ്റിനും പ്രയോറിറ്റി ഉണ്ട്, എല്ലാ സബ്ജക്റ്റും ഒരുപോലെ ആണെങ്കിലും ചില കുട്ടികൾക്ക് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും കുറേ ക്വസ്റ്റ്യനുകൾ ഉണ്ടാകും. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ പറഞ്ഞു തുടങ്ങുകയാണ്. ഇന്ന് ആദ്യം ഞങ്ങൾ ബോട്ടണിയെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങുന്നു. ബോട്ടണി എന്ന് പറയുന്ന സബ്ജക്റ്റ് സാർ, എനിക്ക് തോന്നുന്നു കുറച്ച് കുട്ടികൾക്കെങ്കിലും കുറച്ചൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്. പരീക്ഷയുടെയൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ടെൻഷൻ, ഞങ്ങൾ വായിച്ചത് മതിയോ, സിലബസ് അനുസരിച്ച് NCERT മാത്രം വായിച്ചാൽ മതിയോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുസ്തകങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതുണ്ടോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് സിലബസിനനുസരിച്ച് നിങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ ഇനി NCERT മാത്രം റെഫർ ചെയ്ത് പോയാൽ മതി. തിയറിക്ക് വേണ്ടി മറ്റു ബുക്കുകളിലേക്ക് ഒരിക്കലും നിങ്ങൾ ഈ ഒരു സമയത്ത് മറ്റു പുസ്തകങ്ങളെയോ അതുപോലുള്ള ഡിജിറ്റൽ മീഡിയയെയോ നിങ്ങൾ തിയറിക്ക് വേണ്ടി ആശ്രയിക്കുകയേ വേണ്ട. പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് ഏത് ബുക്കിനെ വേണമെങ്കിലും ആശ്രയിക്കാം, എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും ചെയ്ത് പഠിക്കാം. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്താൽ ഒത്തിരി പഴയതാണെങ്കിൽ ഇച്ചിരി ഔട്ട് ഓഫ് സിലബസ് ഉണ്ട്. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യനുകളെ നിങ്ങൾ തന്നെ മനസ്സിലാക്കി അവോയ്ഡ് ചെയ്തുകൊണ്ട് NCERT സിലബസ് ഫോളോ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്കൊരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഇപ്പോൾ ഓൾറെഡി NTA തന്നിട്ടുണ്ട്. ആ സിലബസിൽ നിന്നുകൊണ്ട് NCERT എന്താണോ പറയുന്നത് അതാണ് തിയറി പോർഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് NCERT പഠിക്കുമ്പോൾ. നമ്മള് ബയോളജി എന്ന് പറയുന്നത് നീറ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും അറിയാം. അതില് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് സിലബസാണ്. പക്ഷെ സിലബസിൽ നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന സിസ്റ്റം NCERT ബുക്കാണ്. അതുകൊണ്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ തുടങ്ങി ഇത് ഇപ്പോൾ ഈ ജനുവരി വരെ എത്തി നിൽക്കുമ്പോൾ ബെർലിനിലെ എല്ലാ സ്റ്റുഡൻസും ഈവൻ ഫസ്റ്റ് ലിവിങ് വേൾഡിൽ തുടങ്ങി ലാസ്റ്റ് ബയോഡൈവേഴ്സിറ്റി വരെയുള്ള ബയോളജിയുടെ എല്ലാ ചാപ്റ്ററുകളും വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുമുണ്ട്, അവർ പഠിച്ചിട്ടുമുണ്ട്. പക്ഷെ പിള്ളേരുടെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഞങ്ങൾ പഠിച്ചതെല്ലാം മറന്നുപോയോ അവർക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം നമ്മൾ വളരെ അക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ക്ലിയർ കട്ടായിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ചതും ഓരോ വീക്കിലി എക്സാമിലും അതിൻ്റെ എക്സാം കഴിഞ്ഞപ്പോഴും നമ്മൾക്ക് മനസ്സിലായതാണ് നമ്മൾ എത്രത്തോളം പഠിച്ചെന്നും ആ ചാപ്റ്റർ അറിയാവുന്നു. അപ്പൊ പിന്നെ മറന്നുപോകുന്നു എന്നൊരു ടെൻഷൻ വെച്ചിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് ഇനി 3-4 മാസങ്ങൾ കൂടെ ഉള്ളൂ. ഈച്ച് ആൻഡ് എവറി സെന്റൻസ് വായിച്ച് റിപ്പീറ്റ് ചെയ്ത് സമയം കളയുന്നതിലുപരി NCERTയുടെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പഠിക്കുക. എങ്ങനെ NCERT പഠിക്കണം? NCERT പഠിക്കുമ്പോൾ ഈച്ച് ആൻഡ് എവറി സെന്റൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷെ അത് ഞാൻ പറഞ്ഞു, ഓൾറെഡി നിങ്ങൾ അറിഞ്ഞവരാ, ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. എവിടെ നിന്നാണ് അറിയേണ്ടത്? ചാപ്റ്ററിന്റെ ഫ്രണ്ടിൽ സയന്റിസ്റ്റിന്റെ ഡീറ്റെയിൽ ഉണ്ട്, അതറിയണം. എൻ്റെ ചാപ്റ്റർ കണ്ടന്റ് നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കണം. ദെൻ ചാപ്റ്ററിന്റെ അവസാനം സമ്മറി ഉണ്ട്, ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനം എക്സസൈസിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, എസ്പെഷ്യലി അതിനകത്തുള്ള ഒരു മൾട്ടിപ്പിൾ ചോയ്സ് 1 വേർഡ് ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഇതുകൂടാതെ എല്ലാ ചാപ്റ്ററുകളുടെയും ഇടയിൽ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻസർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പലരുടെയും വിശ്വാസം. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഇവർ ആൻസർ ഇല്ലാതെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഒന്നുകിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഇത് നിങ്ങൾ മുന്നേ പഠിച്ചതല്ലേ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ആൻസർ? അങ്ങനെ NCERT നമ്മുടെ മുന്നിൽ ഉണ്ട്, അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതല്ലെങ്കിൽ മുന്നേ ഉള്ള ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പൊ അത് സ്വന്തമായിട്ട് കണ്ടത്. കാരണം ക്വസ്റ്റ്യൻ ഇടുന്നാക്ക് അതും ഇടാം. ക്വസ്റ്റ്യൻ കണ്ടെത്താൻ ശ്രമിക്കുക. പക്ഷെ സാറ് പറഞ്ഞ എനിക്ക് തോന്നുന്നു വലിയൊരു കാര്യമാണ് സാർ. കാരണം പലരും വിചാരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളത് കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് കണ്ടിട്ടില്ലായിരിക്കാം, അതുകൊണ്ട് അത് പഠിക്കണ്ട എന്നുള്ളൊരു, അല്ലെങ്കിൽ പഠിക്കണോ എന്നൊരു ഡൗട്ട് പല കുട്ടികൾക്കും ഉണ്ട്. അത് പഠിക്കണം എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞത്. തീർച്ചയായിട്ടും ചോദിച്ചിട്ടുണ്ട്. ആ NCERTയുടെ ഒരു ഇമ്പോർട്ടൻസിലേക്ക് വരുമ്പോൾ സാറ് നമ്മൾ എവിടെ പ്രയോറിറ്റി എങ്ങനെ കൊടുക്കണം? അപ്പൊ നമ്മൾ NCERT ബുക്കിൽ സാറ് പറഞ്ഞു ലിവിങ് വേൾഡ് തൊട്ട് ബയോഡൈവേഴ്സിറ്റി വരെയുള്ള എല്ലാ ചാപ്റ്ററുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ ടാർഗറ്റ് ബയോളജിക്ക് ഫുൾ മാർക്ക് ആണെങ്കിൽ എല്ലാ ചാപ്റ്ററും നമുക്ക് വേണം. പക്ഷേ നമ്മൾ കഴിഞ്ഞ കുറച്ച് 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അനലൈസ് ചെയ്യുമ്പം ക്വസ്റ്റ്യൻ വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വെയിറ്റേജ് മറന്ന് നമ്മൾ പഠിച്ചിട്ട് കാര്യമല്ല, നമ്മളത് അറിയണം. അപ്പം നമ്മൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ മൊത്തം ടോപ്പിക് ഒന്ന് എടുക്കുമ്പോൾ ഞാൻ സുവോളജി പാർട്ടുമായിട്ട് വരുന്ന ജെനറ്റിക്സ് കൂടെ മിക്സ് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു 5-6 ചാപ്റ്ററുകൾക്കാണ് ഏറ്റവും വെയിറ്റേജ് കാണാറ്.
അപ്പം സെക്കൻഡ് ഇയറിൽ നിന്നും ജെനറ്റിക്സിൻ്റെ 2 ചാപ്റ്ററുകൾ, പിന്നെ ബയോടെക്നോളജി 2 ചാപ്റ്ററുകൾ, പിന്നെ ഫസ്റ്റ് ഇയറിൽ നിന്നും ബയോമോളിക്യൂൾസ്. സാധാരണ ഈ ചാപ്റ്ററുകളിൽ നിന്നൊക്കെ ഒരു ആവറേജ് 6 ക്വസ്റ്റ്യൻസ് വീതം ചോദിച്ചിട്ടുണ്ട്, ഇപ്പം ചോദിച്ചുകൊണ്ടുമാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഈ ബയോടെക് ആപ്ലിക്കേഷൻ ചാപ്റ്റർ ഒഴികെ ബാക്കി എല്ലാ ചാപ്റ്ററിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ വീതം ചോദിച്ചായിരുന്നു. ബയോടെക് ആപ്ലിക്കേഷനിൽ നിന്ന് 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഇയറിലെ സെൽ സൈക്കിള്, അത് കാര്യം കണ്ടന്റ് വൈസ് വളരെ ചെറുതാണെന്ന് തോന്നുമെങ്കിലും പക്ഷേ എന്താ പറയുക, ക്വാളിറ്റി കൊണ്ട് എക്സലന്റ് ചാപ്റ്ററാണ്. ജെനറ്റിക്സിനോട് അതെ, ചേർന്ന് മിക്സ് ആണ്. അപ്പം സെൽ സൈക്കിളിൽ നിന്ന് എപ്പോഴും ആവറേജ് 5 ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. തന്നെ അതിനകത്ത് മിക്കവാറും ഒരു ക്വസ്റ്റിനിൽ ഉറപ്പായിട്ട് മാച്ച് ദ ഫോളോയിങ്ങുമാണ്. അപ്പം മാച്ച് ദ ഫോളോയിങ് തന്നെ ഇപ്പോൾ ഒരു കോളത്തിൽ 5 കാര്യങ്ങൾ ഒരുമിച്ചാണ് ചോദിക്കുന്നത്. അപ്പം മാച്ച് ദ ഫോളോയിങ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ് ഈ സെൽ സൈക്കിൾ. അതുകൊണ്ട് അപ്പം ഈ ഒരു 5-6 ചാപ്റ്ററുകൾ, ഇപ്പം സെൽ സൈക്കിള്, ബയോമോളിക്യൂൾസ്, ജെനറ്റിക്സ് 1 and 2, ബയോടെക് 1 and 2, ഇത്രയും ചാപ്റ്ററുകൾ നല്ലപോലെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ 5 ചാപ്റ്ററിൽ നിന്നായിട്ട് ആവറേജ് ഒരു 35 ക്വസ്റ്റ്യൻ കിട്ടും. മാത്രമല്ല സാർ, അതിന്റെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഈ ബയോമോളിക്യൂളും സെല്ലും ഒക്കെയാണ് ബേസിസ്. അപ്പം ജെനറ്റിക്സ് അല്ലെങ്കിൽ ബയോടെക്നോളജി പഠിക്കുമ്പോൾ, ഇപ്പം ബയോടെക്നോളജിയിൽ DNA എടുത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ആ DNA സ്ട്രക്ചർ നമ്മൾ തുടങ്ങുന്നത് ബയോമോളിക്യൂളിൽ തുടങ്ങി മോളിക്കുലർ ഇൻഹെറിറ്റൻസിലൂടെ വന്ന ബയോടെക്നോളജിയിൽ എന്ത് ചെയ്യാണ്. ഒരു ഇന്റർ കണക്ഷൻ ആയിട്ട് വരുന്നതുകൊണ്ട് ഒരു ക്യുമുലേറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസും ഈ ചാപ്റ്റേഴ്സിന് ഉണ്ട്. അപ്പൊ ചാപ്റ്റർ പ്രയോറിറ്റിയോടൊപ്പം തന്നെ ഒരു ക്യുമുലേറ്റീവ് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസും റാദർ ദാൻ മറ്റ് ചാപ്റ്റേഴ്സിനേക്കാൾ ഇവർക്കൊരു ഇന്റർലിങ്ക് ഉണ്ട്. തീർച്ചയായിട്ടും ആ ചാപ്റ്ററിൽ സെൽ സൈക്കിളും ബയോമോളിക്യൂളും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ സെക്കൻഡ് ഇയറിൽ പറഞ്ഞ ചാപ്റ്റർ പഠിക്കാൻ പറ്റൂ. ജെനറ്റിക്സ് ആൻഡ് ബയോടെക്നോളജി നമ്മള് തിയറി പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ കൂടുതൽ ചെയ്ത് പഠിച്ചാലേ ക്യുമുലേറ്റീവ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ചാപ്റ്റർ ലിങ്ക് ചെയ്ത കാര്യങ്ങളും ആപ്ലിക്കേഷൻ ലെവലും ഒക്കെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പല പിള്ളേരും ക്വസ്റ്റ്യൻ, എനിക്ക് തോന്നുന്നു എക്സാം എഴുതുമ്പോഴാണ് വിചാരിക്കണേ ഈ ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാവോ. അതിന് ഏറ്റവും നല്ല മാർഗം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടുക. മാക്സിമം നമ്പർ ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം ഡൗട്ട് വരുമ്പോൾ മാത്രം നിങ്ങൾ തിയറിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ മറന്നുപോയോ എന്നുള്ള നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്, എനിക്ക് മറക്കും അല്ലെങ്കിൽ ഞാൻ മറന്നോ എന്ന് സ്വയം ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് ക്വസ്റ്റ്യൻ ചെയ്യല്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, ഓക്കെ, ഇന്ന പോർഷൻ എനിക്ക് ജെനറ്റിക്സിൽ നിന്ന് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ ബയോടെക്കിൽ നിന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തെറ്റ് വന്നു, അത് എന്തുകൊണ്ടാണ് തെറ്റിയത്? അത് സിംഗിൾ ആ ചാപ്റ്ററിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന കാര്യം ആയതുകൊണ്ട് തെറ്റിയതാണോ, അതോ കുറെ ചാപ്റ്ററിൽ ഇന്റർലിങ്ക് ചെയ്ത് കെയർ ചെയ്തുകൊണ്ട് എല്ലാ ചാപ്റ്ററിലേക്കും ഞാൻ പോവാത്തത് കൊണ്ട് തെറ്റിയതാണോ? അങ്ങനെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ അത് പഠിക്കാൻ പറ്റും. തീർച്ചയായിട്ടും NCERT ബുക്ക് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ സാറ് പറഞ്ഞോട് ബന്ധപ്പെട്ട് ആ എക്സാമ്പിളിന്റെ കാര്യം അത് ഞങ്ങൾ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയുവാണ്. നമ്മൾ പല പ്രാവശ്യം പരീക്ഷയ്ക്കൊക്കെ പറയുന്നതാണ്. നമ്മളിപ്പം ഈ ടാക്സോണമി, മോർഫോളജി, അനാറ്റമി ചാപ്റ്ററുകളിലൊക്കെ ഓരോ കൺസെപ്റ്റിന്റെ എക്സാമ്പിളുകളുണ്ട്. ആ എക്സാമ്പിളുകൾ ഇനിയും ഏറെ എക്സാമ്പിളുകളുണ്ട്. പക്ഷെ നിങ്ങൾ NCERT ബുക്കിലെ എക്സാമ്പിളുകൾ മാത്രം പഠിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം മോർഫോളജിയിലെ ഫിലോടാക്സി, ഇപ്പോൾ അത് നമ്പർ ഓഫ് ലീഫ് അറ്റ് ദ നോഡ് ഓഫ് സ്റ്റെം ആണ്. ആൻജിയോസ്പെമിന്റെ എല്ലാ പ്ലാന്റ്സുകൾക്കും ഫിലോടാക്സി 3 ഏതെങ്കിലും ഒന്ന് വരും. അപ്പോൾ ആ ഫിലോടാക്സി ആകെ 3 ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്. അപ്പം അതിനകത്ത് ഏറ്റവും കോമൺ ഓൾട്ടർനേറ്റ് ആണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ നമുക്കൊരു 1,00,000 പ്ലാന്റേലും പറയാനുണ്ട്. ആൻജിയോസ്പെം 3,00,000 പ്ലാന്റ്സ് ഉണ്ട്. പക്ഷേ NCERT ബുക്കിൽ വേറെ 3 പ്ലാന്റ്സിന്റെ പേരേ ഉള്ളൂ. അപ്പം നിങ്ങളിപ്പോൾ വേറെ പ്രൈവറ്റ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് തിയറിക്ക് റെഫർ ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം ഫിനോമിനന്റെ എക്സാമ്പിൾ ആ പുസ്തകത്തിൽ കിടക്കുന്ന വേറെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ വായിക്കുമ്പോൾ NCERT ബുക്കിലെ എക്സാമ്പിൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മോർഫോളജി, ടാക്സോണമി, അനാറ്റമിയിലൊക്കെയുള്ള എക്സാമ്പിളുകൾ NCERT ബുക്കിലെ എക്സാമ്പിളുകൾ മാത്രം പഠിക്കുക. വേറെ എക്സാമ്പിൾ ഒന്നും ഓർക്കണ്ട. അപ്പോൾ NCERT ബുക്കിലെ എക്സാമ്പിൾ മാത്രം പഠിക്കുമ്പോൾ അതൊന്നും മറന്നു പോകില്ല. അപ്പോൾ അത് നിങ്ങൾ കോൺഫിഡൻ്റ് ആകുക. നിങ്ങൾക്ക് അത് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒത്തിരി എക്സാമ്പിൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് മറന്നു പോകുന്നു. നമ്മുടെ സ്റ്റുഡൻസ് ചോദിക്കുന്ന മറ്റൊരു കാര്യം, നമുക്ക് അഡീഷണൽ ആയിട്ട് 3-4 ഫാമിലികൾ കൂടിയിട്ടുണ്ട്. ഈ ഫാമിലിയിലെ കാലക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, അതിന്റെ ഈസ്റ്റിവേഷൻ, പ്ലാസന്റേഷൻ, സീഡ്, ഫ്രൂട്ട്, ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? ഒരു പ്രശ്നമാണ്. അല്ല, അതും കൂടെ അവരോടൊന്ന് പറയാം. ഇപ്പം നിങ്ങൾ അഡീഷണൽ ഫാമിലീസ് നമ്മൾ മാക്സിമം 9 എല്ലാം കൂടെ ചേർത്തിപ്പോൾ 9 വന്നിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, അതിനകത്ത് പ്രധാനപ്പെട്ടത് ഒരു 6 ഫാമിലീസുകളേ ഉള്ളൂ. ഇപ്പോൾ സെയ്സാൽപീനിയസി, മൈമോസ, ലില്ലിയസി 3 ഫാമിലീസുകൾ വലിയ പ്രധാനപ്പെട്ടതല്ല. അതൊഴികെ ബാക്കി 6 ഫാമിലി ഉണ്ട്. ഈ 6 ഫാമിലീസിൻ്റെയും നമ്മൾ തിയറി പഠിപ്പിക്കുമ്പോൾ മൊത്തം പഠിപ്പിക്കും. എന്തുകൊണ്ട് അതിൻ്റെ ചരിത്രമൊന്നും ഒരിക്കലും നീറ്റിന് ചോദിക്കില്ല. നമ്മൾ പ്രധാനമായിട്ടും ആ ഫ്ലവറിൻ്റെ ഫീച്ചറുകൾ, ഇപ്പോൾ സെക്ഷുവാലിറ്റി എങ്ങനെയാണ്, സിമെട്രി എങ്ങനെയാണ്, ഷേപ്പ് ഓഫ് തലാമസ് വെച്ച് എങ്ങനെയാണ്, പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ആൻഡ്രീഷ്യം, ഗൈനീഷ്യത്തിൻ്റെ ക്യാരക്ടറാണ് കണ്ടത്. ആൻഡ്രീഷ്യം നമ്പർ ഓഫ് സ്റ്റേമിൽ എത്ര ഫ്യൂഷൻ ഉണ്ടോ, ഗൈനീഷ്യത്തിൻ്റെ പ്ലാസന്റേഷൻ, ഓവറിയുടെ സ്ഥാനം, ഫ്രൂട്ടിൻ്റെ പേര്, പിന്നെ NCERT ബുക്കിൽ കാണുന്ന 2-3 പ്ലാന്റ്സിൻ്റെ പേരുകൾ ഇത്ര അറിഞ്ഞാൽ മതി. അപ്പം നമ്മൾ ഒത്തിരി അങ്ങോട്ട് ആയിട്ടൊന്നും പോകണ്ട. നമ്മൾ ഒരുങ്ങുന്ന നീറ്റ് എക്സാമിനേഷൻ വേണ്ടിയാണല്ലോ. എനിക്ക് തോന്നുന്നേ ആ ഫ്ലോറൽ ഫോർമുല പഠിച്ചാൽ തന്നെ എല്ലാം കിട്ടും. അതെ, കുറച്ച് എക്സാമ്പിൾ പഠിച്ചാൽ ഫ്ലോറൽ ഫോർമുല വേണം. ഡയഗ്രത്തിനേക്കാൾ എൻട്രൻസിന് പ്രധാനപ്പെട്ടത് ഫോർമുലയാണ്. പക്ഷെ ഒരുപക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് ഈ അനാട്ടമി, മോർഫോളജി പഠിക്കാനാണ് ഡിഫിക്കൽറ്റി. അത് മറന്നു പോകുന്നു എന്നാണ് പലരും പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇൻ ഡെപ്തിലൊക്കെ പോയി
ഒത്തിരി ഫാമിലീസ് ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിക്കുന്നതുകൊണ്ടായിരിക്കും എല്ലാം മറന്നു പോകുന്നത്. അപ്പൊ അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ, അല്ലെങ്കിൽ ഈ മറക്കുന്നു, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാത്തതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഇരിക്കുന്ന ഒരു ഇച്ചിരി സ്ട്രെസ്സിലൂടെ നിങ്ങൾ ഇരിക്കുകയായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കരുതുന്നു. ആ കരുതൽ കൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് നിങ്ങൾക്ക് മറന്നു പോകുമെന്ന് തോന്നുന്നത്. അനാട്ടമി ആയാലും മോർഫോളജി ആയാലും ഇപ്പോൾ ഫിസിയോളജി ആയാലും എന്തായാലും നമുക്ക് പഠിക്കേണ്ട, അതായത് +2 ലെവലിലുള്ള ഒരു കുട്ടിക്ക് പഠിക്കേണ്ട കണ്ടന്റുകളാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് അർഷാദ് സാർ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അപ്പം നിങ്ങൾ അതിനെ വിശ്വസിക്കുക, ആ സിസ്റ്റത്തിനെ വിശ്വസിച്ച് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങളിൽ തന്നെ ഒരു കോൺഫിഡൻസോടുകൂടി പഠിച്ചാൽ മതി. അനാട്ടമി ആയാലും മോർഫോളജി ആയാലും ബയോടെക്നോളജി ആയാലും ജെനറ്റിക്സ് ആയാലും എല്ലാം തന്നെ നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. അത് ഞങ്ങളുടെ ഉറപ്പാണ് അല്ലേ? തീർച്ചയായിട്ടും. അതിന്റെ അപ്പുറത്തേക്ക് ഒരിക്കലും ഇല്ല. ഇപ്പൊ അർഷാദ് സാർ പറഞ്ഞ പോലെ നിങ്ങൾ 6 ഫാമിലിയേഴ്സിന്റെ ഫ്ലോറൽ ഫോർമുല ശരിക്കും ഒന്ന് എഴുതി പഠിക്കുക. അത് പഠിക്കാൻ വലിയ ഭയങ്കര ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഫോർമുല ഗൈനീഷ്യം പഠിക്കുമ്പോൾ തന്നെ സുപ്പീരിയർ ആണോ ഇൻഫീരിയർ ആണോ, ആ ഫോർമുല ഈ പറഞ്ഞ പോയിന്റ് എല്ലാം ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് എണ്ണം ഉണ്ട്, ഫ്യൂഷൻ ഉണ്ട്, ഗൈനീഷ്യത്തിന്റെ കാർപ്പലിന്റെ എണ്ണം ഉണ്ട്, പ്ലാസന്റേഷൻ മാത്രം അഡീഷണൽ ഓർത്തിരുന്നാൽ മതി. അല്ലെങ്കിൽ സാറേ എനിക്ക് തോന്നുന്നു A4 പേപ്പറിലെ എല്ലാ ഫാമിലി എഴുതി മൊത്തത്തിലൊരു കോളം പോലെ എല്ലാ ഡീറ്റെയിൽ എഴുതി വെച്ചാൽ ഇവർ പഠിക്കുന്ന ടേബിളിന്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചാൽ എന്നും കണ്ടോണ്ടിരിക്കുമ്പോൾ പേപ്പറിൽ ഒതുക്കാവുന്നത് എല്ലാം അങ്ങനെ വലിയ കാര്യമാണ്. കാരണം എപ്പോഴും പറയും ഇവർക്ക് ഈ പഠിക്കാൻ പാടുള്ള പേരുകൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്. കയ്യിലൊന്ന് എഴുതിയിട്ട് ഒരു ദിവസം ഒരു 5 പേര് എഴുതിയിട്ട് എപ്പോഴും ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് കൈയൊന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ പോലും നമ്മളത് അറിയാൻ. അതെ. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ചാർട്ട് ഉണ്ടാക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ മറക്കും എന്ന് പേടിയുള്ളത്, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ചാർട്ടായിട്ട് രേഖപ്പെടുത്തി നിങ്ങളുടെ സ്റ്റഡി ടേബിളിന്റെ എവിടെയോ നിങ്ങളുടെ ബുക്ക് ഷെൽഫിന്റെ എവിടെയാണോ നിങ്ങൾ എപ്പോഴും നോക്കുന്ന ഒരു സ്ഥലത്ത് കേട്ടോ, അവിടെ ഒന്ന് വെച്ചിരുന്നാല് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ അതൊന്നും മറക്കാതെ തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു 40 വർഷത്തെ പാരമ്പര്യം ബ്രില്യന്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കറക്റ്റ് സിസ്റ്റമാറ്റിക് ഓർഡറിൽ ഇവിടുത്തെ ഓരോ മണൽത്തരിയും നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് എനിക്ക് തോന്നുന്നു. അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരു കറക്റ്റ് സിസ്റ്റത്തിന്റെ ഓർഡറിൽ എക്സാം നടത്തുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ ആഴ്ചകളിലും അവർ പഠിപ്പിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻ ചാപ്റ്ററും എക്സാം ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ എല്ലാ ചാപ്റ്ററുകളെയും ഒരു 11 യൂണിറ്റുകളായിട്ട്, ബയോളജിക്ക് ചാപ്റ്ററുകളുണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. ഓരോ യൂണിറ്റിലും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഉൾപ്പെടെ 11 യൂണിറ്റ് ആയിട്ട് തിരിച്ചു. വീണ്ടും നമ്മുടെ മക്കളെ ഒന്നുകൂടെ ഇത് എഴുതി പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാം പോലും മിസ്സാകാതെ എഴുതുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഗ്രാജുവൽ ആയിട്ട് നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് എത്തുക. 80 ചാപ്റ്റർ 180 ക്വസ്റ്റ്യൻ ഒറ്റയടിക്ക് പോയിട്ട് +2 കഴിഞ്ഞിട്ട് അങ്ങനെ പോയി എഴുതിയാൽ നമുക്ക് അതിനെ ആ സിസ്റ്റത്തിലേക്ക് അടുപ്പിക്കാൻ പറ്റിയല്ല. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ആദ്യം ഓരോ ചാപ്റ്റർ വീതം ഇട്ടു, ഇനി ഒരു 3 ചാപ്റ്റർ വീതം ഒരുമിച്ചിടുന്നു, ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇയർ മുഴുവൻ ഒരുമിച്ചിട്ട് ഒരു 10-20 ചാപ്റ്റർ ഇടും, 40 ചാപ്റ്റർ ഒരുമിച്ചിടും. ഗ്രാജുവലി ഇങ്ങനെ സ്റ്റെപ്പ് കയറി ടോട്ടൽ 81 ചാപ്റ്ററിൽ നിന്ന് 180 ക്വസ്റ്റ്യൻ 180 ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ട് എത്തിക്കുക. ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഈവൻ നമ്മുടെ BTSന്റെ ടെസ്റ്റ് സീരീസ് എഴുതിയിട്ട് പോലും അതിലേക്ക് എഴുതാൻ പറ്റുന്നതിന് നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സാമിന്റെ ആ രീതി തന്നെയാണ്. സാർ പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം, ഇന്നലെ JEE എഴുതിയ കുട്ടികൾ പറയുന്നത് അവര് ഇവിടെ കണ്ട പരീക്ഷയുടെ മറ്റൊരു പരീക്ഷയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പരീക്ഷ പോലും മിസ് ചെയ്യരുത്. ചില ചാപ്റ്റേഴ്സ് കോമ്പിനേഷൻ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഉറപ്പില്ലാത്ത അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു 2-3 ചാപ്റ്റേഴ്സ് ആയിരിക്കും ആ ഒരു ആഴ്ച വരുന്നത്. അപ്പൊ നിങ്ങൾ അത് വീട്ടിലിരുന്ന് ആ ദിവസം കൂടെ ഞാൻ നന്നായിട്ട് പഠിച്ചോളാം, എക്സാമിനേഷൻ ഹാളിൽ പോയി 3 മണിക്കൂർ പിന്നെ അവിടുന്ന് വരാനും പോകാനും എടുക്കുന്ന സമയം കൂടി ഞാനിരുന്ന് പഠിക്കാം എന്ന് കരുതരുത്. നിങ്ങൾ എത്ര പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ചാപ്റ്റർ ആണെങ്കിൽ പോലും ഒരു പരീക്ഷ പോലും മിസ് ചെയ്യാതെ നിങ്ങൾ ആ 180 ക്വസ്റ്റ്യനിലൂടെയും കടന്നു പോകണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ഇനി ഓർക്കേണ്ട കാര്യം. എക്സാമിന്റെ ലാസ്റ്റ് ഇനി ഒരു പോയിന്റ് പറയാനുള്ളതാ അല്ലേ, പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ശരിയാകും. പിന്നെ വല്ല 2-3 എണ്ണം വല്ലതും തെറ്റിയാലും അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മൾ തെറ്റുന്നത് ഒരു ചൂണ്ടുപലയാണ്, ആക്ച്വലി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ഹിന്റാണ്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അതേ ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ് NCERT ബുക്കിൽ എവിടെയാണോ അത് പോയി റെഫർ ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൻ്റെ സഹായത്തോടെ തന്നെ ആൻസർ കണ്ടെത്തുക. അപ്പം നമ്മൾ അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാവശ്യം ചോദിച്ചാൽ തെറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു പരീക്ഷയ്ക്ക് 1-2 ക്വസ്റ്റ്യൻ തെറ്റിയെന്ന് ഓർത്ത് ഒരിക്കലും ടെൻഷൻ ഒന്നും ആകണ്ട. അപ്പോൾ അത് ആക്ച്വലി പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് നടത്താൻ മതി. അപ്പം നമ്മൾ ടെൻഷൻ അടിച്ച് കൂട്ടുകാരോടൊന്നും പോയി ചോദിക്കാതെ നേരെ NCERT ബുക്ക് എടുക്കുക. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് NCERT ബുക്കാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏത് ചാപ്റ്ററിനാലും അറിയാലോ, ഏത് കണ്ടന്റ് ആണെങ്കിലും അറിയാം. ആ കണ്ടന്റ് പോയി എടുക്കുക, ടെക്സ്റ്റ് ബുക്ക് നോക്കുക, ആൻസറിലേക്ക് എത്തുക. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ പരീക്ഷയ്ക്ക് തെറ്റിയെന്ന് ഓർത്തുന്ന പല പിള്ളേരുടെ ടെൻഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഞങ്ങൾ ഇത്രയും പഠിച്ചു എന്നിട്ട് കുറേ ക്വസ്റ്റ്യൻ തെറ്റി. തന്നെ പല പിള്ളേരും പറയാറുണ്ട്, ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഇറങ്ങി ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പം എനിക്കിത് അറിയാമായിരുന്നു.
ഒരു കെയർലെസ് മിസ്റ്റേക്കാ. അപ്പൊ അന്നേരത്തെ ഒരു ടെൻഷന്റെ ഇമ്പാക്ട് കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ തന്നെ നമുക്കത് അറിയാവുന്ന അറിയത്തില്ലാത്ത ഒരു ക്വസ്റ്റനും അതിനകത്തില്ല. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിച്ചാൽ തറവായി. അതുപോലെ സാറേ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ബയോളജിക്കാര് ഇപ്പോഴും കാണാൻ പോകുന്ന കുട്ടികൾ പറയുന്ന ഒരു കാര്യം, ബയോളജി പെട്ടെന്ന് ചെയ്തിട്ട് ഞാൻ ആ സമയം കൂടെ ഫിസിക്സിന് വേണ്ടി മാറ്റി വെക്കുന്നു എന്നാണ്. അപ്പോൾ ബയോളജി ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 360 മാർക്ക് നിങ്ങൾക്ക് തരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബയോളജി. അതിന് നിങ്ങൾ കൊടുക്കേണ്ട പ്രയോറിറ്റി ഏറ്റവും വലുത് തന്നെയാണ്. അപ്പോൾ അതിന് 1 മിനിറ്റ് ഈ ബയോളജിയുടെ സമയം എടുത്ത് ഞാൻ ഫിസിക്സ് ചെയ്യാം എന്ന് വിചാരിക്കുന്നിടത്താണ് ആദ്യത്തെ മണ്ടത്തരം. കാരണം അങ്ങനെ വിചാരിച്ചു പോകുമ്പോൾ പല സ്റ്റേറ്റ്മെന്റുകളും അവിടെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് കാണൂല, നോട്ട് കാണൂല, ചോദിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകില്ല, ഫാമിലിയുടെ പേരാണോ ചോദിച്ചത് അതോ ക്യാരക്ടർ ആണോ എന്ന് മനസ്സിലാകില്ല, എക്സാമ്പിൾ ആണോ എന്ന് മനസ്സിലാകില്ല, ഫുൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. അവിടെ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ വായിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ആൻസർ കൊടുക്കുകയാണെങ്കിൽ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ പോകും. പിന്നെ നമ്മൾ എപ്പോഴും പറയും പോലെ നീറ്റിന് വരുന്ന ഒരു 80 അല്ലെങ്കിൽ 90% ക്വസ്റ്റനും സിമ്പിൾ ലെവൽ ക്വസ്റ്റൻ ആണെങ്കിലും നിങ്ങളെ അതിലേക്കൊന്ന് മോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മളിടുന്ന ക്വസ്റ്റ്യൻ ഡെഫിനറ്റ് ആയിട്ടും ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കും, ചിലപ്പോൾ ആവറേജ് ആയിരിക്കും, ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതിനനുസരിച്ചുള്ള ഒരു ഫ്ലക്ച്വേഷൻ മാർക്കിൽ വന്നാലും സ്റ്റെനി സാർ പറഞ്ഞ പോലെ ഒരിക്കലും നിങ്ങൾ അതൊരു അയ്യോ എൻ്റെ മാർക്ക് കുറഞ്ഞു എന്നല്ല വിചാരിക്കേണ്ടത്. എനിക്ക് അവിടേക്ക് എത്താനുള്ള ഒരു വഴി ബ്രില്യൻ്റ് ഒരുക്കുകയാണ്. ആ ഒരു കോൺഫിഡൻസോടുകൂടി വേണം നിങ്ങൾ ഓരോ പരീക്ഷയും എഴുതി മുന്നോട്ട് പോകാൻ. ഇവര് ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പം അശ്രദ്ധ കൊണ്ട് ആൻസർ മാറിപ്പോകുന്ന ഉദാഹരണങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ പറയാറുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വരുന്ന എനിക്ക് തോന്നുന്നു ബയോളജിയിലാണ്. കാരണം സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇവര് ഒരു 90 ക്വസ്റ്റ്യൻ 90 മിനിറ്റിന് പകരം 45 മിനിറ്റ് ചെയ്ത് തീർക്കണം. അതാണ് അവരുടെ ഒരു മനസ്സിൽ നമ്മുടെ ടെൻഡൻസി ഒരു ക്വസ്റ്റ്യൻ വായിക്കാൻ തുടങ്ങുമ്പോൾ ഒരു വാക്ക് കാണുമ്പോഴേ ആൻസർ ആയി. നമ്മുടെ ക്വസ്റ്റ്യൻ മൊത്തം വായിച്ചു നോക്കുക. ജസ്റ്റ് ചില ടെക്നിക്കൽ ടൈംസുകളൊന്നും കണ്ടില്ലെങ്കിൽ ആൻസർ ഒക്കെ മാറും. പിന്നെ നമ്മളെ ഫിസിക്സിനും നമുക്കറിയാം അവർക്ക് കൂടുതൽ സമയം വേണം. ബയോളജി എത്ര വ്യക്തമായിട്ട് ആദ്യം എത്ര പെട്ടെന്ന് തീർക്കാവോ, പക്ഷെ അത് വ്യക്തമായിട്ട് ക്വസ്റ്റ്യനും വായിക്കുക, ചോയ്സുകളും വായിക്കുക, ആൻസർ കിട്ടിയോ പിന്നെ ചുമ്മാ ലാഗ് ചെയ്യാതെ തീർത്തിട്ട് ഫിസിക്സിലേക്ക് പോവുക. ഹറിയൊന്നും വേണ്ട 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 ഫിസിക്സിന് വേണ്ടി ഈ പറഞ്ഞ പോലെ 90-ൽ 45 മിനിറ്റ് കൊണ്ട് ഞാൻ ബയോളജി ചെയ്ത് തീർത്തിട്ട് ഞാൻ ഫിസിക്സിന് വേണ്ടി മാറ്റിവെക്കും എന്നൊരു കാര്യമേ വേണ്ട. ബയോളജി അവോയ്ഡ് ചെയ്യണം. കാരണം നമുക്ക് ഫുൾ മാർക്ക് തരുന്ന സബ്ജക്റ്റ് ആണ് ബയോളജി. 360 എന്ന് പറഞ്ഞാൽ 360 നമുക്ക് ബയോളജിക്ക് ഈസി ആയിട്ട് മേടിക്കുക. കാൽക്കുലേഷൻ ഒന്നുമില്ല. നമ്മുടെ NCERT ബുക്കിന്റെ സെന്റൻസ് അവിടെ കിടപ്പുണ്ട്. അത് ശരിക്കും ഒന്ന് വായിച്ചു നോക്കുക. നമ്മുടെ സ്റ്റുഡൻസ് അങ്ങനെ വരേണ്ട ഒരു പ്രശ്നമില്ല. സാറേ അറിയോ, ഒരു ചാപ്റ്ററിൽ നിന്ന് സാറ് പറഞ്ഞ പോലെ മെജോറിറ്റി അല്ലെങ്കിൽ ഡോമിനേഷൻ വരുന്ന ചാപ്റ്ററിൽ പോലും 5-6 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 1-2 1 to 6 ആണ് ക്വസ്റ്റിന്റെ ഒരു റേഞ്ച്. പക്ഷെ നമ്മളെ വീക്കിലി ടെസ്റ്റ് ഇട്ടപ്പോ ഒരു 90 ക്വസ്റ്റ്യനോ 120 ക്വസ്റ്റ്യനോ ബയോളജി എന്നൊരു ചാപ്റ്ററിൽ ഇട്ടു. മോഡൽ എക്സാമിന് ഇനി വിടുവാണ് 90. വീണ്ടും ഒരു 40ഓളം മോഡലാണ് നമുക്ക് നടക്കണേ. അത്രയും മോഡലുകൾ നടക്കുമ്പോൾ നമ്മുടെ ഒരു കുട്ടി എക്സാം എഴുതുന്നതിൽ കൂടെ തന്നെ ഒരു 100-300ഓളം ക്വസ്റ്റ്യൻ 300 ക്വസ്റ്റ്യന് മുകളിൽ കാണുന്നു. നമ്മുടെ വർക്ക് ബുക്കിലുണ്ട് ക്വസ്റ്റ്യൻ, ക്ലാസ് നോട്ടിലുണ്ട് ക്വസ്റ്റ്യൻ, സ്റ്റഡി പാക്കേജിലുണ്ട്. ഒരു ചാപ്റ്ററിൽ നിന്ന് എബോവ് 500 ക്വസ്റ്റ്യൻ നമ്മുടെ കുട്ടി സിസ്റ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് ആക്ച്വലി 25,000 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു സെറ്റ് ക്വസ്റ്റ്യനിൽ ഇവർ ഏകദേശം 200ഓളം ക്വസ്റ്റ്യൻസ് ഇപ്പൊ മോഡൽ എക്സാം മാത്രം കാണുന്നു. പിന്നെ ഈ ലേണിംഗ് ആപ്പിലെ ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിൽ നിന്ന് 6 ക്വസ്റ്റ്യനേ വരുള്ളൂ. ഇപ്പൊ നമ്മൾ 100,000 ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് അതിൽ നിന്ന് 6 നമ്മൾ സെലക്ട് ചെയ്യുവാണ്. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കാണാത്ത ഒരു ക്വസ്റ്റ്യനും വരില്ല. പിന്നെ അതിനുവേണ്ടി ഇതേ ഉള്ളൂ. ഇപ്പം ഹർഷ സാറ് പറഞ്ഞാൽ നിങ്ങളെ NCERT ബുക്കിൽ ആ തിയറിയുടെ ഇടയ്ക്ക് കിടക്കുന്ന ക്വസ്റ്റിന്റെ ആൻസർ ഒക്കെ കണ്ടെത്തണം. പിന്നെ എക്സസൈസിലെ ക്വസ്റ്റൻ അല്ലേ, അത് 1 വേർഡ് ആയിട്ട് കിടക്കുന്ന ക്വസ്റ്റൻ ഉറപ്പായിട്ടും വേണം. അത് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുക. നിങ്ങൾ തിയറിക്ക് വേണ്ടി NCERT ബുക്ക് അല്ലാതെ വേറെ ഒന്നും വായിക്കരുത്. തീർച്ചയായിട്ടും ഈ ഒരു സമയമായിരിക്കും പല കുട്ടികളും പറയുന്ന NCERT അത്യാവശ്യം എനിക്ക് അറിയാം, എന്നാൽ ഞാനൊരു ഇൻഡെപ്തിലേക്ക്. എന്തിനാണ് ഇൻഡെപ്ത്? നമുക്ക് +2 സിലബസ് വെച്ചിട്ടാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത്. വീണ്ടും വീണ്ടും വായിക്കുക, അത് വീണ്ടും വീണ്ടും വായിച്ചുറപ്പിക്കുക, മറക്കുന്നു തോന്നുന്നത് വായിക്കുക. അതിനപ്പുറം പോയി ഒരു എക്സ്ട്രാ റെഫറൻസ്, ഒരു എക്സ്ട്രാ റിസർച്ച് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല തന്നെ. നിങ്ങൾ ഒരു 10 പ്രാവശ്യം വായിച്ചാലും ചാപ്റ്റർ 11ാമത്തെ പ്രാവശ്യം വായിക്കും നോക്കി നിങ്ങൾ നേരത്തെ എന്തെങ്കിലും ഒരു പോയിന്റ് അവിടെ കാണും. ഉറപ്പാണത്. പിന്നെ നമ്മൾ ഈ എക്സാമിനോട് അടുത്ത് വരുമ്പോഴേ നമ്മള് അവസാന സമയങ്ങളിൽ പോയിട്ട് വീണ്ടും എനിക്ക് തോന്നുന്നു NCERT വായിച്ചുകൊണ്ടിരിക്കുന്നതിൽ വലിയ അർത്ഥം. ഏറ്റവും അവസാന ദിവസങ്ങളിൽ ഓരോ സെന്റൻസും അതിന്റെ അർത്ഥം വായിച്ച് പഠിക്കുന്നതിലുപരി ഇപ്പോ നമ്മൾ യൂണിറ്റ് എക്സാം ഇട്ടപ്പോൾ പഠിക്കാത്ത ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫസ്റ്റ് മോഡലുകളിൽ പഠിക്കുക. അവസാനം റിവിഷനൊക്കെ തീർത്തിട്ട് ക്വസ്റ്റിനെ കൂടെ തിയറിയും കുറച്ച് കണ്ടെത്താൻ പഠിക്കുക. അതെ, ഇപ്പൊ നമ്മൾ ടീച്ചർ പറഞ്ഞാൽ ഇപ്പൊ 100 ദിവസം പരീക്ഷയ്ക്കുണ്ടെങ്കിൽ ആ ലെവലിൽ പ്രിപ്പറേഷൻ ഇപ്പൊ നമ്മൾ പറയുന്നത്.
ലാസ്റ്റ് വീക്ക് ഒക്കെ ചെയ്യേണ്ടതെന്ന് ഇനി നമ്മൾ പറയും. അതെ അതെ ഓരോ ദിവസവും നമ്മളിങ്ങനെ നിങ്ങൾ ഒരു 100 ദിവസം ഉണ്ടല്ലോ, ഒരു 3 മാസത്തെ കാലയളവിൽ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും അവരിപ്പോ തിയറിക്ക് പുസ്തകം വായിക്കും, ഉറപ്പാ. തീർച്ചയായിട്ടും അപ്പൊ അത് NCERT ബുക്കിന് പുറത്തോട്ട് പോകാതിരിക്കുക. പക്ഷെ ക്വസ്റ്റ്യൻ ആണ് ഏത് ബുക്കിൽ നിന്ന് എടുക്കാം, പക്ഷെ അപ്പോഴും സിലബസിന്റെ ബൗണ്ടറിയിലെ ക്വസ്റ്റ്യൻസുകൾ എടുക്കുക. അതെ അതെ അതെ. കാരണം ഈ ചില പ്രൈവറ്റ് ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്ന ക്വസ്റ്റ്യൻസുകൾ പഴയ സിലബസിന്റെ പഴയ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അതെ, ചില സ്റ്റുഡൻസിന് ഒരു കൺഫ്യൂഷൻ വരും സാറേ, ബുക്കിലെ എല്ലാ ക്വസ്റ്റിനും ചെയ്തില്ലെങ്കിൽ പ്രശ്നമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അത് ഔട്ട് ഓഫ് സിലബസ് ഉള്ള പ്രശ്നമാണ്. പറയാൻ പറ്റില്ലല്ലോ. നമുക്കിപ്പം NTA പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് തന്നെ ഒരു സിലബസ് ആണ് പറയുന്നത്. ഒരു സിലബസ് ഹെഡിങ് വെച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലെല്ലാം അത് കിട്ടും. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് അത് അവൈലബിൾ ആണ്. അപ്പൊ അത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിനനുസരിച്ച് പിന്നെ ആ ഹെഡിങ് NCERTയിൽ എവിടെ കിടക്കണോ അത് നോക്കി നിങ്ങൾ വായിച്ചു പോകുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും, ഞാൻ എന്താണ് എത്രത്തോളമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമുണ്ട്, നമ്മുടെ സിലബസിൽ ഉണ്ടായിട്ട് NCERTയിൽ ഇല്ലാത്ത കുറച്ച് ഹെഡിങ്ങുകൾ ചില ചാപ്റ്ററിലുണ്ട്. അപ്പൊ അതിന് അതെ ഇപ്പൊ വാക്സിൻ പ്രൊഡക്ഷൻ, ബയോടെക്നോളജി ആപ്ലിക്കേഷൻ, അപ്പൊ അതിന് നമ്മള് കറക്റ്റ് സിസ്റ്റത്തിന്റെ ഓർഡറിൽ നോട്ട് കൊടുക്കുന്നെങ്കിൽ അത് ലെക്ചർ നോട്ടിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കും. അതിന്റെ അപ്പുറത്തോട്ടും വേണ്ട. അവിടെയും ഇൻഡെപ്തിൽ പോയി നമ്മളൊരു റിസർച്ച് ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മെറ്റീരിയൽ ഒക്കെ ഞങ്ങൾ തന്നിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി നിങ്ങൾ കാണും. ഇതുവരെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇനിയും നിങ്ങൾ കാണും. തന്നെയല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ NCERT ബുക്കിന്റെ പുറത്തുനിന്ന് അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല, വളരെ കുറച്ച് ചോദിച്ചിട്ടുള്ളൂ. അത് പലപ്പോഴും ഈ പറയുന്ന പോലെ അതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ലിങ്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ചോദിച്ചിരിക്കുന്ന എന്തെങ്കിലും ആയിട്ട് ഇച്ചിരി ഒന്ന് മാറി ഡൈവേർട്ട് ചെയ്തിട്ടായിരിക്കും. അപ്പൊ നമുക്ക് അത് മനപ്പാടമാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ബോട്ടണി, ഞങ്ങളിപ്പോ പർട്ടിക്കുലർ ആയിട്ട് ഒരു സബ്ജക്ട് പറയുന്നത് കൊണ്ട് ബോട്ടണിക്ക് ഇവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ല. ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് അതിന് സ്കോർ ചെയ്യാനും പറ്റും. ഉറപ്പാണ്, തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. ഇതിനൊക്കെ ഇപ്പം അഷ്റഫ് സാറൊക്കെ പറഞ്ഞല്ലോ, നമ്മളിപ്പോ എന്തുമാത്രം ഡെപ്തിലാണ് ഓരോ ചാപ്റ്ററും പിള്ളേരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ആ തിയറി പിന്നെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഇതെല്ലാം കൂടെ ചേരുമ്പം ആവശ്യത്തിലധികമായിട്ട് ഇപ്പൊ ഉണ്ട്. കോൺഫിഡന്റ് ആവുക. ഇനി ആ ഉള്ള കോൺഫിഡൻസ് പോകാൻ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അവൈലബിൾ ടീച്ചേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ഇനിയും നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളുണ്ട്. അതാണ് ഒരു ക്വസ്റ്റ്യൻ തെറ്റി കഴിയുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ഓപ്ഷൻ പ്രൊഫസേഴ്സ് റൂമിൽ എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ വന്ന ഒരു ക്ലാരിറ്റി പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ഓതന്റിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞു തരാനായിട്ട് അധ്യാപകനെ കൊണ്ട് പറ്റും. അപ്പോൾ അവിടെയും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കൊരു തെറ്റ് പറ്റി ഞാൻ ചോദിച്ചാൽ സാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇതുപോലും എനിക്ക് അറിയില്ലേ എന്ന് വിചാരിക്കും എന്നൊന്നും അല്ല കരുതേണ്ടത്. ഞങ്ങളെ അപ്രോച്ച് ചെയ്യുക, ഞങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും അത് ക്ലിയർ ചെയ്ത് തരും. ഉറപ്പായിട്ടും. അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ എക്സാമിന്റെ എല്ലാ ക്വസ്റ്റിനും ആപ്പിനകത്ത് സൊല്യൂഷൻ ഉണ്ട്, വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ ഇവര് അറിയാവുന്ന ക്വസ്റ്റ്യൻ കണ്ട് സമയം കളയുകയും വേണ്ട. ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ മാത്രം സെലക്ട് ചെയ്തിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് സമയം ലാഭിക്കുകയും ചെയ്യാം. സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ കൊണ്ടുപോകാം, അതാണ് നമ്മൾ ശ്രദ്ധിക്കുക. സാർ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, നമ്മുടെ 40 വർഷത്തെ പാരമ്പര്യം കൊണ്ടുണ്ടാക്കിയ ഒരു സിസ്റ്റം ഉണ്ട്. അതിലൂടെ അങ്ങ് പോയാൽ മതി, ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് പോരുക, പിന്നെ ബാക്കിയെല്ലാം വന്നോളും കോൺഫിഡന്റ് ആയിട്ട്. അപ്പൊ സാറേ, നമുക്ക് നമ്മുടെ കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ കുട്ടികൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതിനെ ഒന്ന് നമുക്ക് വീണ്ടും റിവൈസ് ചെയ്ത് പറഞ്ഞ് നമ്മുടെ ബ്ലെസ്സിങ്ങും പറഞ്ഞ് നമുക്ക് നിർത്താം. നമുക്ക് പിള്ളേരുടെ സമയം കളയണ്ട. അതെ. അപ്പൊ മക്കളെ, ഞങ്ങള് നിങ്ങളുടെ ഒപ്പം ഉണ്ട്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യുമ്പം NCERT ബുക്കിൽ തന്നെ തുടങ്ങും. ആദ്യം പറഞ്ഞ കാര്യം അതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഡിപ്പെൻഡ്സ് ഓൺ NCERT ഓൺലി. തിയറിക്ക് വേണ്ടി നിങ്ങൾ NCERT ബുക്ക് മാത്രം വായിക്കുക, ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിളുകൾ മാത്രം പഠിക്കുക, വേറെ പുസ്തകങ്ങളിലെ എക്സാമ്പിൾ ഒന്നും വായിക്കേണ്ട, അതൊന്നും കാണാപ്പാടം പഠിക്കാൻ ശ്രമിക്കേണ്ട. പിന്നെ NCERT ബുക്കിൻ്റെ കൂടെയുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുക, ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്യുക. പിന്നെ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ പരീക്ഷകൾ എഴുതി ക്വസ്റ്റ്യൻസ് കിട്ടും. ക്വസ്റ്റ്യനൊക്കെ കിട്ടുമ്പോൾ അത് തന്നെ ധാരാളമാണ്. അപ്പോൾ 1-2 ക്വസ്റ്റ്യനൊക്കെ ആൻസർ തെറ്റിയാൽ ഒന്നും വറി ചെയ്യേണ്ട. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അന്നേരത്തെ ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടെ NCERT ബുക്ക് നോക്കി അതൊന്നുകൂടെ ഒന്ന് ബൈ ഹാർട്ടാക്കി പഠിക്കുക. പിന്നെ ഒരിക്കലും തെറ്റുകയില്ല. സർവോപരി നല്ല കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുക. NCERT ബൈൻഡ് ടു ബൈൻഡ്, അത് ബൈൻഡ് ടു ബൈൻഡ്. അതിനകത്ത് ഓരോ ഇതിന് ഹെഡിങ്ങിന് മുൻപും കൊടുത്തിരിക്കുന്ന സയന്റിസ്റ്റിന്റെ ഒക്കെ ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഫിഗേഴ്സ് ഒക്കെ ഒന്ന് മനസ്സിൽ ഉണ്ടായിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ബയോടെക്നോളജി ഒക്കെ വരുമ്പോൾ PBR 322 പോലുള്ള സ്ട്രക്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ആ ഒരു എവറി കോർണർ ആ ഒരു ഫിഗേഴ്സ് ഒക്കെ കാര്യം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ സാറ് പറഞ്ഞു പോയത് നമ്മൾ എല്ലാവരും എപ്പോഴും പറയുന്നത് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ആൻസറുകളൊക്കെ നമ്മുടെ അടുത്തേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. സിലബസിലുള്ള NCERT ഇല്ലാത്ത കാര്യം പഠിക്കണമെങ്കിൽ നമ്മുടെ ലെക്ചർ നോട്ട് നോക്കുക. അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇനിയും അവസാന നിമിഷമാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നിയാൽ
നമ്മൾ ബോട്ടണി എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ബ്രില്യൻറ്റിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ അവൈലബിൾ ആണ്. ഇവിടെ റെഫറൻസ് സൗകര്യം ഉള്ളതോടൊപ്പം നിങ്ങൾക്ക് ഡൗട്ടും ചോദിക്കാം. ഒരു സംശയവും ഒരിക്കലും നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കേണ്ട, എപ്പോൾ വേണമെങ്കിലും വന്ന് ചോദിക്കുക. അവൈലബിൾ ആകുന്ന ആൾക്കാർക്കനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നതാണ്. എന്തായാലും മക്കളെ, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. കാരണം ഈ സിസ്റ്റത്തിൻ്റെ റൈറ്റ് പാത്ത് വേ കൂടെ പോകുന്ന ഈ സിസ്റ്റം നിങ്ങളത് ഫോളോ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ തീർച്ചയായിട്ടും നല്ലപോലെ പഠിക്കുക, NCERT പഠിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ക്വസ്റ്റ്യൻസ് കൂടുതൽ അവസാന സമയങ്ങളിൽ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രയത്നത്തിന് ദൈവം തന്നിരിക്കും ഫുൾ മാർക്ക് ബയോളജി ഫുൾ മാർക്ക്. യെസ്. അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ പഠിച്ചതിനെ തീർച്ചയായിട്ടും എല്ലാ ഓർമ്മശക്തിയോടും കൂടി കറക്റ്റായ പാത്തിൽ ആ എക്സാം നടക്കുന്ന മെയ് 4-ാം തീയതി നിങ്ങളുടെ ദിവസമായി മാറട്ടെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ വിജയാശംസകളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.